ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാരഡൈസ് എന്ന മൂവി, നമ്മുടെ റോഷൻ മാത്യു പിന്നെ ദർശന രാജേന്ദ്രൻ അഭിനയിച്ച പാരഡൈസ് എന്ന മൂവിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്താണ് മനസ്സിലായത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മൂവി കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. സ്പോയിലർ അലർട്ട്. നിങ്ങളിത് അറിയാതെ കാണണം, എന്നാൽ അതിൻ്റെ ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ ഈ മൂവി. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ അതിൻ്റെ പ്രൊമൈസ്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റോഷൻ മാത്യു, കേശവ് എന്നാണ് പേര്. ദർശന, പുള്ളിക്കാരിയുടെ പേര് ഇതിൽ അമൃത, അമ്മു എന്നാണ് വിളിക്കുന്നത്. അമ്മുവും കേശവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അപ്പോൾ അവർ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നതാണ്. ഈ ശ്രീലങ്കയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2022 ഭയങ്കര മോശം അവസ്ഥയാണ്. അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സമയമാണ്. ഫ്യൂവൽ കുറവാണ്, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് നടക്കുന്ന വർഷമായിരുന്നു 2022. ആ സമയത്താണ് ഇവർ അങ്ങോട്ട് ആനിവേഴ്സറി കൂടാൻ പോകുന്നത്. ഇവർ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ടൂർ ഗൈഡായിട്ട് വരുന്ന ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ആൻഡ്രൂ അവരൊരു റിസോർട്ടിലേക്ക് കൊണ്ടുവന്നു. പോകുന്ന വഴിയിൽ പല ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്, പല പ്രൊസഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇവരൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇവർ ടൂറിസ്റ്റുകളാണ്, ഇവർ കയറ്റിവിടാണ്. ഇവർ എന്നിട്ട് റിസോർട്ടിലെത്തുന്നു. റിസോർട്ടിൽ 2 കഥാപാത്രങ്ങൾ, ശ്രീയും ഒരു ഷെഫുണ്ട്. അവർ 2 പേര് മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു ദിവസം രാത്രി കുറച്ച് ഗുണ്ടകൾ റിസോർട്ടിൽ കയറി ഇവർ വായ പൊത്തി കത്തി കാണിച്ച് ഇവരുടെ ലാപ്ടോപ്പും ഐപാഡും മൊബൈൽസൊക്കെ എല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നതും അതിന് കേസ് അന്വേഷണം നടക്കുന്നതും ഒരാളെ പിടിച്ചു, അദ്ദേഹത്തെ മർദ്ദിച്ചു, അയാൾ ഭയങ്കരമായിട്ട് മർദ്ദനം കൂടിപ്പോയിട്ട് ഹോസ്പിറ്റലാക്കലും, അങ്ങനെ ആണ് കഥ ഒരു പ്രൊമൈസ് നടക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ അമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിക്കാരി കുറച്ച് പ്യുവറാണ്. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി തുടക്കം തന്നെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻസും, പിന്നെ അതിനുശേഷം ശ്രീലങ്കയിലത്തെ ഇഷ്യൂസ് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും, പിന്നെ മാനിനെ വെടിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ആദ്യം ഹണ്ടിങ്ങിന് തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഹസ്ബൻഡിന് ഫേവറബിളായിട്ട് പറഞ്ഞ് ഹണ്ടിങ്ങിന് പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് മാൻ്റെ ആ ഭംഗിയും ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി കൊല്ലണ്ട എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവൾ ഒറ്റയടിക്ക് പറയാണ് ഞാൻ ഇവരാണെന്ന് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഉറപ്പ് റോഷൻ്റെ സൈഡിൽ, അതായത് കേശവൻ്റെ സൈഡിൽ ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം പുള്ളിക്കാരി അവരെ കൾപ്രേറ്റ് ആക്കണുള്ളൂ. പിന്നീട് ആ ആശുപത്രിയിൽ പോലീസുകാരൻ അതിൽ ഉപദ്രവിച്ചതിന് ശേഷം മോശം അവസ്ഥയിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ പല സിറ്റുവേഷനിൽ നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ ലാപ്ടോപ്പ് അതൊക്കെ മോഷണം പോയത് ഒരു ചെറിയൊരു എലമെൻ്റായിട്ടാണ് പുള്ളിക്കാരി കാണാനുള്ളൂ. കൂടുതലും ആൾ സന്തോഷം കാണുന്നത് ആ മാനിനെയൊക്കെ രണ്ടാമത് കാണുമ്പോൾ ആരും ഹണ്ട് ചെയ്ത് കൊണ്ടുപോയില്ലല്ലോ എന്നൊരു സന്തോഷത്തിലാണ് പുള്ളിക്കാരി പിന്നെ ഇരിക്കുന്നതും. ആ വിഷമമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര പ്യുവറാണ്. കേശവ്, അടുത്ത കഥാപാത്രം. കേശവിന് എന്ന് പറഞ്ഞാൽ പല മുഖങ്ങളാണ്. കേശവിന് ആദ്യം ശ്രീലങ്കയിൽ പോകാൻ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ശ്രീലങ്കയിൽ എത്തി കഴിഞ്ഞ് ഓരോ ഡിസാസ്റ്ററുകൾ അവിടെ നടക്കുന്ന സമയത്ത് ദർശൻ്റെ അടുത്ത് പറയുന്നത് നിനക്കായിരുന്നു ഇവിടെ ശ്രീലങ്കയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദർശന തിരിച്ചു പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞിരുന്നത് കുറച്ച് ഡോളേഴ്സ് ശ്രീലങ്കയ്ക്ക് കൊടുക്കാം, അവർക്കത് ബെനിഫിറ്റ് ആവുന്നു. അപ്പോൾ അവിടെ ഇവൻ സിറ്റുവേഷൻ അനുസരിച്ച് മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല മുഖങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ ട്രൈ ചെയ്യുന്നത് സീത രാവൺ ആ കൺസെപ്റ്റ് ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. രാവണൻ സീതേനെ കൊണ്ട് ശ്രീലങ്കയിൽ വരുന്നത് അവിടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അതായത് പൈസ, ഡോളേഴ്സ് ശ്രീലങ്കയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ശ്രീലങ്കയിൽ എത്തുന്നു. അപ്പോൾ ഈവൻ ക്യാമറയിലൂടെയും പല രൂപത്തിൽ ഈ കേശവനെ കാണിക്കുമ്പോൾ പല മുഖങ്ങളാണ് കാണിക്കുന്നത്. ഒറ്റ ഫ്രെയിമിൽ തന്നെ കുറേ മുഖങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഞാൻ ചില സ്ഥലത്ത് 2-3 മിറേഴ്സ് ഒരുമിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഡയറക്ടർ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേശവൻ്റെ കുറേ മുഖങ്ങളുണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം എന്ന് പറയുന്നത് ആൻഡ്രൂ ഇവരെ ഗൈഡ് ചെയ്ത് ഓരോന്ന് പറയുന്നെങ്കിലും അതിൽ അമ്മുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാമായണത്തിലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഇത് ഇവിടെ നടന്നതാണ്, അത് അവിടെ നടന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് അത് വാൽമീകി രാമായണത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന്. അതായത് വാൽമീകിയുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാക്കിയ രാമായണം. കുറേ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജെയിൻ രാമായണം, ഒറീസ രാമായണം. അപ്പോൾ അതിലൊക്കെ ഓരോതിൻ്റെ ക്ലൈമാക്സ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ വാൽമീകി രാമായണത്തിൽ നമ്മുടെ രാമനാണ് രാവണനെ കൊല്ലുന്നത്. ഈ മൂവിയിൽ പറയുന്നത് ജെയിൻ രാമായണത്തിൽ, അതായത് അമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നുണ്ട് ആൻഡ്രൂയുടെ അടുത്ത്, അതിൽ
സീതാദേവിയാണ് കൊല്ലണതെന്ന് രാവണനെ. പക്ഷേ ജെയിൻ രാമായണം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ലക്ഷ്മണനാണ് കൊല്ലണത്. പിന്നെ വേറെ ഏതൊരു ഒറീസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാമായണത്തിലാണ് സീത ഭയങ്കര സ്ട്രോങ് രാവണനെ കൊല്ലുന്നതായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്, ഓരോരുത്തരുടെ അനുഭവം, വിറ്റ്നസ്സിൽ ഉണ്ടാക്കിയ രാമായണത്തിൽ ഓരോ ക്ലൈമാക്സ് ആണ്, ഓരോ ഡിഫറെൻറ്റ് രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം പുള്ളിക്കാരി അതിൽ ആൻഡ്രൂയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രൂയുടെ ബാക്ക് ഡ്രോപ്പിൽ അങ്ങനെയാണ്. അപ്പോൾ ക്ലൈമാക്സിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ പോലീസുകാർ മർദ്ദിക്കുന്നുണ്ട്. ആ മർദ്ദിക്കുന്ന ആളും മരിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും ഭയങ്കരമായിട്ട് രോഷാകുലരാകും. കാരണം കേശവും ആ ടൂറിസ്റ്റുകാരാണ്. അപ്പോൾ അതായത് കേശവും അമ്മു കാരണം കൊണ്ടാണ് ഇവർ ഇത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നു. അവിടേക്ക് നാട്ടുകാർ കൂടി അടിച്ചു കയറി വരുന്നു, കല്ലെറിയുന്നു. ആ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസർ റിയാക്ട് ചെയ്യുന്നുണ്ട്, വെടിവെച്ചുകൊണ്ടിരിക്കും. വെടിവെച്ച് പരിക്ക് കിട്ടുമ്പോൾ ഗ്രാമത്തിലെ ഒരാൾ വലിയ മഴു എറിഞ്ഞ് ആ പോലീസുകാരന് പരിക്ക് പറ്റുന്നു. അപ്പോൾ തൊട്ട് മുമ്പത്തെ സിറ്റുവേഷനിൽ ദർശനയുടെ കയ്യിലേക്ക് തോക്ക് വരുന്നുണ്ട്. ആ തോക്ക് വരുന്ന സീൻ എന്ന് പറയുന്നത് തന്നെ പോലീസുകാരൻ അവിടുത്തെ വെയിറ്റർ ആ ഗ്രാമത്തിൻ്റെ ഒരാളാണെന്ന് പറയുന്നതാണ്. തൊട്ടാണ് ആ ഗ്രാമത്തിലെ ഒരാൾ ആയതുകൊണ്ട് അവനാണ് ഹെൽപ്പ് ചെയ്ത് ഈ മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ വെയിറ്റർ റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ചിന്തിച്ചു പോവാണ്, അവൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന മരിച്ചുപോയ അയാളുടെ അവസ്ഥ അവനുണ്ടാവുമോ എന്നൊരു ചിന്തിച്ചു പോവാണ്. അതുകൊണ്ട് അവൻ തോക്കെടുത്ത് വേഗം റിയാക്ട് ചെയ്തത്. പക്ഷേ ആ തോക്ക് അമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും റോഷൻ്റെ മറ്റൊരു മുഖം, നെഗറ്റീവ് മുഖം പുറത്തേക്ക് വരുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങി പോലീസുകാരൻ്റെ തോക്കെടുത്ത് അവരെ നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ പേർക്ക് പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അമ്മുയുടെ ആ സമയത്ത് എന്താണ് ഓടിയതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പുള്ളിക്കാരി മാൻ്റെ നേരെ കാണിച്ച അതേ സിമ്പതിയും ആ അഫെക്ഷനും ആ കാര്യങ്ങളും തന്നെയാണ് അവിടെയും നടന്നത്. ഗ്രാമത്തിലെ ആൾക്കാരുടെ എണ്ണം, മരിക്കുന്നതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അത് ഒഴിവാക്കാൻ പെട്ടെന്ന് പുള്ളിക്കാരി ചെയ്തു പോകുന്ന ഒരു ക്രിയയാണ് തോക്കൊണ്ട് വെടിവെക്കുന്നത് തൻ്റെ ഹസ്ബൻഡിനെ. അങ്ങനെ കേശവ അടച്ച് മരിക്കുകയാണ്. പിന്നീട് ക്ലൈമാക്സിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ സീനാണ്. പോലീസ് സ്റ്റേഷനിൽ ഓരോരുത്തരുടെ മൊഴിയെടുക്കുന്നതാണ്. മൊഴിയെടുക്കുമ്പോൾ ആദ്യം പോലീസ് ഓഫീസർ പറയുന്നത് എനിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു, എനിക്കറിയില്ല എന്താണെന്നാണ്. ആൻഡ്രൂയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൻഡ്രൂ പറയുന്നത് ഞങ്ങൾ വീടിൻ്റെ അകത്തായിരുന്നു, പുറത്ത് കേശവും നാട്ടുകാരും തമ്മിൽ അടിയുണ്ടായിട്ട് അതിൻ്റെ അഗേൻസ്റ്റ് അമ്മു വെടിവെച്ചപ്പോൾ അറിയാതെ കേശവൻ്റെ നേരെ വെടികൊണ്ടതാന്ന് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ പ്യൂരിറ്റി അറിയുന്നതിനുകൊണ്ട് പുള്ളിക്കാരിയുടെ ഫേവറബിളായിട്ട് അവർ മൊഴി നൽകാമെന്ന്. അത് തന്നെ സെയിം അവിടുത്തെ വെയിറ്ററും കുക്കും ചെയ്യുന്നത്. അവർക്ക് പുള്ളിക്കാരിയോടുള്ള ഇൻറ്റിമസിയും ഉള്ളത് കാരണം കൊണ്ടാണ്, പുള്ളിക്കാരിയുടെ ആ പ്യൂരിറ്റി മനസ്സിലായ കാരണം കൊണ്ടാണ് അവരങ്ങനത്തെ ഒരു മൊഴി നൽകുന്നതും. അങ്ങനെ അമ്മു അവിടെ നിന്ന് രക്ഷപ്പെടാണ് കേശവനെ കൊന്നതിൻ്റെ ആ ഇതിൽ നിന്ന്. തിരിച്ചു പോകുമ്പോൾ അമ്മു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു മൊഴി നൽകിയെന്ന്. അപ്പോൾ അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നു. അയാൾക്ക് അതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ഇതിൽ തന്നെ ഓരോരുത്തർ വിറ്റ്നസ് ചെയ്ത രീതി, ഇൻ്റർപ്രറ്റ് ചെയ്ത രീതി, അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കിയാണ് പുള്ളിക്കാരിനെ രക്ഷപ്പെടുത്തിയത്. ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ രാമായണം ഉണ്ടായത് പല രൂപത്തിൽ അതങ്ങനെ ഉണ്ടായി. അപ്പോൾ ഏതാണ് ആക്ച്വൽ രാമായണം എന്ന് അതിനെ അറിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇതാണ് കഥ നല്ലത്, പുള്ളിക്കാരിനെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് ആൻഡ്രൂ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു എന്ന രീതിയിലാണ് ആളുടെ എക്സ്പ്രഷൻ. അങ്ങനത്തെ ഒരു രസകരമായ ഒരു മൂവി തന്നെയായിരുന്നു പാരഡൈസ്. എന്തായാലും ഡയറക്ടർ പ്രസന്ന അടിപൊളി ആയിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു ശ്രീലങ്കൻകാരനാണ്. അപ്പോൾ ആൾക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം അറിയാം. അതുകൊണ്ടാണ് ആ ഡെപ്ത് ആ സ്റ്റോറിക്ക്. പിന്നെ ക്യാമറമാൻ രാജീവ്, പുള്ളിക്കാരൻ അത് ഒപ്പിയെടുത്തിരിക്കുന്ന രീതി ഒരു രക്ഷയില്ല. ഈ പറഞ്ഞ പോലെ പല മിററിൽ ഒരേ ഫേസ് വരുത്താൻ, പിന്നെ പല ആംഗിൾസും യൂസ് ചെയ്തിരുന്നത്. ഈവൻ ഈ ഒരു ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ജീപ്പിൻ്റെ അകത്തിരുന്ന് പുറത്തൊരു വലിയൊരു മല കാണിക്കുന്ന സീനുണ്ട്. സാധാരണ ആ മല ജീപ്പിൻ്റെ പുറത്തുനിന്ന് കാണിപ്പിക്കും എത്രത്തോളം അടിപൊളിയാണ്. പക്ഷേ ഇവരുടെ ഫേസിലൂടെയാണ് ആ മല, ആ കുന്ന് എത്രത്തോളം വലുതാണെന്ന് കാണിപ്പിക്കുന്നത്. അതൊക്കെ എടുത്തിരിക്കുന്ന രീതിയൊക്കെ രസമായിട്ടാണ് ഡയറക്ടറും ക്യാമറമാനും ചെയ്തിരിക്കുന്നത്. പിന്നെ ആ മൂഡ് കീപ്പ് ചെയ്യുന്ന മ്യൂസിക്കും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കിടിലൻ മൂവിയാണ് പാരഡൈസ്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ മൂവിയുടെ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റോഷമോൺ എഫക്റ്റ്, നിങ്ങളുടെ വിറ്റ്നസ്, നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.